വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ബെർണോളി തത്വം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നത് ബെർണോളി തത്വം. ബെർണോളി തത്വം പ്രയോജനപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ് വിമാനം പറന്നുയരുന്നത്, കാറുകളുടെ എയറോഡൈനാമിക് ഘടന എന്നിവ. ഒരു ദ്രാവകം ഉപയോഗിക്കുന്ന മർദ്ദം ദ്രാവകമർദ്ദം. ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദവും കൂടുന്നു. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദവും കൂടുന്നു. താപം ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് താപപ്രേഷണമാണ്. തന്മാത്രകൾ തമ്മിൽ താപം സ്വീകരിച്ച് തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് അല്ലെങ്കിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ. താപം കടത്തിവിടാത്ത വസ്തുക്കൾ കുചാലകങ്ങൾ. പ്രഷർ കുക്കറിനും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ബേക്കലൈറ്റ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. അപ്പോൾ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ഇത് എവിടെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലുമാണ് താപം ഇത്തരത്തിൽ പ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ അതാണ് കൺവെക്ഷൻ അഥവാ സംവഹനം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി വികിരണമാണ്. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിഫലിപ്പിക്കും. വികിരണം വഴി താപപ്രസരണം ചെയ്ത സന്ദർഭത്തിന് ഉദാഹരണമാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്. ശരീര താപനില അളക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തത് തെർമോമീറ്ററാണ്, ക്ലിനിക്കൽ തെർമോമീറ്റർ. പദാർത്ഥങ്ങൾക്ക് 200 ഡിഗ്രി സെൽഷ്യസ് താപനില അളക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തു. അതായത് 200 ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്ററാണ്. പദാർത്ഥത്തിൽ താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. പദാർത്ഥങ്ങൾ താപം ലഭിക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. പകൽ സമയത്ത് കടലിൽ നിന്ന്